ബാക്ക് ടു ദ IPOs. അപ്പോൾ നമ്മൾ 2008 IPO ആകാനൊക്കെ റെഡിയായി. അപ്പോഴത്തേക്ക് അടുത്ത ക്രാഷ് വന്നു. അടുത്ത ക്രാഷ് വാസ് സ്കേറി എന്ന് പറഞ്ഞു How was കഴിഞ്ഞാൽ that ദാറ്റ് different ക്രാഷ് from വാസ് the വെരി സ്കേറി Okay. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എക്സിസ്റ്റൻസ് ഓഫ് എ ഫിനാൻഷ്യൽ സിസ്റ്റം വാസ് അറ്റ് റിസ്ക്. അതായത് .com ക്രാഷിൽ ഇറ്റ് വാസ് ഐസൊലേറ്റഡ്. Okay. ഈ .com ഇന്റർനെറ്റ് കമ്പനീസ് മാത്രം. .com internet companies who were not big part of the economy at that time. Correct. I mean, അതിൻ്റെ സ്പിൽ ഓവർ ഉണ്ടായിരുന്നെങ്കിലും ട്രഡീഷണൽ കമ്പനീസ് വെർ ഡൂയിങ് വെൽ. അപ്പോൾ ദ ഓൾഡ് ഇൻഡസ്ട്രിയൽ കമ്പനീസ് അതെല്ലാം വെരി വെൽ. പക്ഷേ ഈ 2008 എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ കമ്പനീസിനെ അഫക്റ്റ് ചെയ്യും. അതായത് ഈ 2008 ക്രാഷ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ 2008 ക്രാഷ് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഐ ട്രൈ ടു സിംപ്ലിഫൈ ഇറ്റ് ലിറ്റിൽ ബിറ്റ്. അതായത് ഒരുപാട് ഡെറിവേറ്റീവ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് പ്രോഡക്ട്സ് വന്നു. ഹൗസിംഗ് ലോൺസ് ഹൗസിംഗ് ലോൺസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഏർലിയർ അഡ്മിനിസ്ട്രേഷൻ ബുഷിൻ്റെയൊക്കെ ആ സമയത്ത്, ജോർജ് ബുഷ് ജൂനിയർ ഇൻ്റെ സമയത്ത് ദേ ഡിസൈഡഡ് എവ്രിബഡി ഇറ്റ്സ് എ നോബിൾ തിങ് ടു ഹാവ് എവ്രിബഡി ഓൺ എ ഹൗസ്. അപ്പോൾ ദാറ്റ്സ് എ നോബിൾ കോസ്, റൈറ്റ്? പക്ഷേ ആ ഓണർഷിപ്പ് സൊസൈറ്റിയിൽ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീപ്പിൾ ഹാവ് ടു ഹാവ് ദ അഫോർഡബിലിറ്റി ടു. അപ്പം അഫോർഡബിലിറ്റി ഫിക്സ് ചെയ്യാതെ ഇഫ് യു മേക്ക് ഇറ്റ് ഈസിയർ ടു ഓൺ ഹോംസ്, ദേ ഹാവ് ടു പേ ഫോർ ഇറ്റ്, റൈറ്റ്? അപ്പോൾ ഐ റിമെമ്പർ ഏതൊരു മൂവി ഉണ്ട് അതിൽ ഈവൻ ഐ ഫോർഗോട്ട് ബിഗ് ഷോട്ട് എന്നൊരു മൂവി ഉണ്ട്. അപ്പോൾ ആ മൂവിയിൽ ക്രിസ്ത്യൻ ബേൽ ക്യാരക്ടർ ഈസ് ഗോയിങ് ത്രൂ ദ ഹൗസസ്, ഈവൻ ദ ഡോഗ് ഓൺസ് എ ഹൗസ്. അതായത് എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ലോൺസിനെ എടുത്ത് ഇപ്പോൾ ഒരു ബാങ്ക് ലോൺ തരികയാണ് ടു യു, റൈറ്റ്? എന്നിട്ട് അവർ ഇമ്മീഡിയറ്റ്ലി ആ ലോണിനെ ഹോൾഡ് ചെയ്യാതെ ദേ പാക്കേജ് ഓൾ ദീസ് ലോൺസ് ആൻഡ് റീസെൽ ഇറ്റ് to somebody else. Right. But they collect the fee from you for issuing the loan. അത് കഴിഞ്ഞ് സർവീസ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി they sell it to somebody else. Okay, delegate ചെയ്തു വിട്ടു. Delegate അല്ല, they sell it to Due diligence അങ്ങനത്തെ who gets the loan, someone was done. അതെ, ഇനിഷ്യൽ ഫേസസിൽ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഇത് പ്രോഫിറ്റ് മേക്കിംഗ് ഒരു വലിയ മോട്ടീവ് ആയപ്പോൾ ആ ക്വാളിറ്റി ഓഫ് പാക്കേജിങ് ഇറ്റ്, അതായത് അത് റേറ്റിംഗ്സ് കമ്പനീസിനും കൂടെ ശരിക്കും ദേ വർ ഓൾസോ മേക്കിംഗ് മണി. അപ്പോൾ അവരും ഇങ്ങനെ ഒരുപാട് ഡ്യൂ ഡെലിജൻസ് ചെയ്യാതെ ഈ പാക്കേജ് ഓഫ്, അതായത് ഇപ്പോൾ ഇഫ് യു ടേക്ക് എ ഗുഡ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ ദ മോർഗേജ് നമ്മുടെ ഓണർ he or she is able to pay that loan. അങ്ങനത്തെ ഒരു that's a good asset. Right. Somebody who's struggling to make the loan, you combine the two, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തൊരു പാക്കേജ് ആകുമ്പോൾ യു ഡോണ്ട് നോ വാട്ട് ഈസ് ഗുഡ് വാട്ട് ഈസ് നോട്ട്. ആ ഒരു അപ്പോൾ എന്നിട്ട് അതിനെ ഒരു മാർക്കറ്റബിൾ സെക്യൂരിറ്റി ആക്കിയിട്ട് സെല് ചെയ്യുമ്പോൾ ഇഫ് ദ റേറ്റിംഗ് കമ്പനി സേസ് ഇറ്റ്സ് ഗുഡ്, എവ്രിബഡി ബൈസ് ദാറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻലി എക്കോണമി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡൗൺ ആകുമ്പോഴത്തേക്കും വേവ്സ് ഓഫ് ഡിഫോൾട്ട്സ് വരും. ആദ്യം സംഭവിക്കുന്നത് ഈ 3 houses 4 houses സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വീടുകൾ വാങ്ങുന്നവർ അവരാദ്യം ബെയിൽ ഔട്ട് ചെയ്യും. ദേ വോണ്ട് മേക്ക് ദ പേയ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ റിപ്പിൾ ഇഫക്ട്സ് ഇങ്ങനെ എല്ലാവരുടെയിലും പോകും. അപ്പോൾ അത് കഴിഞ്ഞ് അതാണ് ഈ സബ് പ്രൈം ലോൺ ക്രൈസിസ് എന്നാണ് അന്ന് മോർഗേജ് ക്രൈസിസ് എന്നായിരുന്നു അത് പറഞ്ഞത്. സബ് പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം ആസറ്റിനെക്കാളും മോശം. എസ്പെഷ്യലി സിൻസ് യു ആർ ഓപ്പറേറ്റിംഗ് ദിസ് ഡൊമെയിൻ, അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഒരു how did you could see a lot of things happening? നമ്മൾ ഒരുപാട് നമ്മൾ ഈ ലീമൻ ബ്രദേഴ്സ് വൺ ഡേ ക്രാഷ്ഡ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് നമ്മുടെ സിസ്റ്റംസിൽ ഫീൽ ചെയ്യും. സഡൻലി ഒരുപാട് പേര് ഫിയർ വന്നിട്ട് സഡൻലി എല്ലാം ലിക്വിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സഡൻലി ഒരുപാട് ട്രേഡ് വോളിയം നമ്മുടെ സിസ്റ്റത്തിൽ വരുമായിരുന്നു. അപ്പോൾ ദാറ്റ് വാസ് എ സ്കേറി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ economy runs on availability of capital for organizations. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഒരു മാനുഫാക്ചർ ആണെങ്കിൽ അവർക്ക് എല്ലാ ദിവസവും ക്യാഷ് വേണം അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാനുള്ള ഇതുണ്ടെങ്കിലേ സാധനങ്ങൾ വാങ്ങി ദേ ക്യാൻ ക്രിയേറ്റ് തിങ്സ് ആൻഡ് സെൽ ഇറ്റ്, റൈറ്റ്? ഇതൊരു സൈക്കിളാണ്. എവറി ഡേ ദാറ്റ് ഹാസ് ടു ഹാപ്പൻ. അപ്പോൾ സഡൻലി ക്യാപിറ്റൽ അങ്ങ് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നോ കമ്പനി ക്യാൻ ഓപ്പറേറ്റ്. കാരണം ഇനഫ് റിസർവ്സ് ഒന്നും എല്ലാ കമ്പനീസിനും കാണണമെന്നില്ല. മനസ്സിലായി? ഓപ്പറേറ്റിംഗ് ക്യാഷ് വേണം. അപ്പോൾ
സഡൻലി സബ്പ്രൈം ക്രൈസിസ് വന്നപ്പോഴത്തേക്കും മീൻ ഒരുപാട് കമ്പനീസ് ലീമൺ വെൻ്റ് അണ്ടർ. പിന്നെ AIG നമ്മുടെ ഒരു ക്ലയൻറ്റും കൂടെ ആയിരുന്നു വന്നു. AIG വാസ് ഒരുപാട് ഇൻഷുറൻസ് ഈ സെക്യൂരിറ്റീസിന് അഗൻസ്റ്റ് നമ്മൾ മാർക്കറ്റ് ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കും. ആ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്തിരുന്നത് AIGയുടെ ഒരു ഡിവിഷൻ ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സഡൻലി അവർ ഓൺ ദ ഹുക്കായി. ഈ ഡിഫോൾട്ട്സ് ഒക്കെ വരുമ്പോൾ അപ്പോൾ അവർക്ക് അതിനുള്ള റിസർവ്സ് ഒന്നും ഇല്ല. അപ്പോൾ സഡൻലി ഈ കമ്പനി ദാറ്റ് ഹാസ് ബിൻ അറൗണ്ട് ഫോർ 100 years they will go under. അപ്പോൾ AIG literally had to be bailed. AIG, Merrill Lynch, had to engineer a transaction with Bank of America. ഇങ്ങനെ വളരെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഒരുപാട് വെൽത്ത് മാനേജ്മെൻറ്റ് ഫേംസ് എല്ലാം സ്ട്രഗിൾ ചെയ്തു all of a sudden. Bear Stearns was another one that actually went under. എന്നിട്ട് JP Morgan വാങ്ങി. അങ്ങനെ ഒരുപാട് ഗവൺമെൻറ് ഹാഡ് ടു ഇൻ്റർഫിയർ. അതായത് .com ക്രാഷിൻ്റെ സമയത്ത് ഗവൺമെൻറ് ഒന്നും ഇൻ്റർഫിയർ ചെയ്യേണ്ടി വന്നില്ല. മാർക്കറ്റ് ഓൾമോസ്റ്റ് കറക്റ്റഡ് ഇറ്റ് സെൽഫ്. ഓൾ ദ ബാഡ് കമ്പനീസ് വെൻ്റ് അണ്ടർ. ബട്ട് സിസ്റ്റം കറക്റ്റഡ് ഇറ്റ് സെൽഫ്. പക്ഷേ 2008 അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ ഫിനാൻഷ്യൽ സിസ്റ്റം കൊളാപ്സ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ബാക്ക് ടു ദ ഇൻവെസ്റ്റ്മെന്റ് അപ്പോൾ നിങ്ങൾ IPO പോയി വന്ന്? ഇല്ല, IPO പോയില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2008 നമ്മൾ 3 സിനാരിയോയ്ക്ക് പ്രിപ്പയർ ചെയ്തു. ഓക്കെ. ഒന്ന് തിങ്സ് വിൽ ബി ഓക്കെ സിനാരിയോ. സെക്കൻഡ് സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്സ് വിൽ ബി ബാഡ്. എക്സ്ട്രീംലി ബാഡ്. ഒരു തേർഡ് സിനാരിയോ തിങ്സ് വിൽ ബി എക്സ്ട്രീംലി ബാഡ്. അപ്പം നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് എക്സ്ട്രീംലി ബാഡ് ആയിരിക്കും എന്ന് തന്നെ പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് ദെൻ വി വെൻ ടു സം ക്ലയൻസ്. അപ്പോൾ നമ്മുടെ ക്ലയൻസിന് പെയിൻ ഉണ്ടെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റൊക്കെ ഒരു 30% ഇടിയാണെന്ന് വെച്ചോ. ഇഫക്റ്റീവ്ലി what it means is പീപ്പിളിൻ്റെ വെൽത്ത് 30% താഴെ പോയി. അപ്പോൾ എവറി കമ്പനിയുടെ ബിസിനസ് 30% താഴെ പോയി എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. അതല്ലല്ലോ മീനിങ്. അല്ല, അതാണ് ഇഫക്റ്റീവ്ലി അത് സംഭവിക്കും. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനൊക്കെ സഡൻലി നമ്മൾ തന്നെ പോയി ഫീ റിഡക്ഷനൊക്കെ നമ്മൾ അങ്ങോട്ട് ഓഫർ ചെയ്തു. എനിവേ അവർ ദേ വിൽ ആസ്ക്. കാരണം ഇങ്ങനത്തെ ക്രൈസിസിലെല്ലാം എവറി കമ്പനി ഈസ് ട്രൈങ് ടു കൺസേർവ് ക്യാഷ്. അപ്പോൾ നമ്മളങ്ങനെ വി ട്രൈ ടു ബി എ ഗുഡ് പാർട്ട്ണർ. നമ്മൾ ഒരുപാട് ബിഗ് ക്ലയൻസ് ഹാർഡ് ടൈംസ് ആയപ്പം വി വെർ ദെയർ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാൻ തന്നെ ഒരു 2 വർഷം പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. 2010 പബ്ലിക് ആകാൻ എന്നുള്ളത്. അപ്പോൾ ആ ഒരു 2 വർഷത്തെ ഇമ്പാക്റ്റ് വന്നു. 2009 ആയപ്പോൾ സ്ലോലി തിങ്സ് പബ്ലിക്